ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിച്ച് റിപ്പോർട്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 21st സെഞ്ചുറിയിൽ ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ള റയൽ മാഡ്രിഡിന്റെ ഫ്ലോപ്പ് ആയിട്ടുള്ള 10 സൈനിങ്ങളാട്ടോ. ആരൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് താഴെ തുടങ്ങാം. 10ാം സ്ഥാനത്തുള്ളത് റെയ്നർ ജീസസ് ആട്ടോ. ബ്രസീൽ താരമായിട്ടുള്ള റെയ്നർ ജീസസ് 30 മില്യണൊക്കെ ചെലവഴിച്ചിട്ടാണ് റെയ്നർ ജീസസിനെ റയൽ സൈൻ ചെയ്തത്. പക്ഷെ റയലിന്റെ സീനിയർ ടീമായിട്ടൊരു മാച്ച് പോലും ജീസസിന് കളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഇതിലൊരു മെയിൻ സംഭവം. ആൻഡ് 9th പൊസിഷനിലുള്ള ഫ്ലോപ്പ് സൈനിങ് ആരാ നോക്കാം. അതൊരു ബ്രസീൽ പ്ലെയറാണ് കേട്ടോ, ലൂക്കാസ് സിൽവ. ടീമിലെത്തുന്നത് 2015 ഭയങ്കര പ്രതീക്ഷയോടുകൂടി ചെയ്തൊരു സൈനിങ്ങാണ്. പക്ഷേ പിന്നീടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഈ ഇഞ്ചുറീസും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് പ്രതീക്ഷിച്ചൊരു നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് സിൽവക്ക് ഉണ്ടാക്കി തരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ലൂക്കാസ് സിൽവ റയലിന്റെ നമ്പർ 9 പൊസിഷൻ, അതായത് 9th ഫ്ലോപ്പ് സൈനിങ് ആയിട്ട് മാറി എന്നുള്ളതാണ്. ഇനി നമുക്ക് 8th പൊസിഷനിൽ നിൽക്കുന്ന ആ ഫ്ലോപ്പ് ആരാ നോക്കാം. നൂറി ഷാഹിൻ. ഈ പേര് പലർക്കും സുപരിചിതമായിരിക്കുന്നുണ്ടോ. തുർക്കി പ്ലെയറാണ്. 2011 ഈ ഒരു സൈനിങ് റയൽ നടത്തുന്നത്. ജർമ്മൻ ബുണ്ടസ് ലീഗയിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ടാണ് നൂറി ഷാഹിൻ റയൽ എത്തുന്നത്. പക്ഷേ ആ ഒരു സമയത്തുള്ള ലാ ലീഗയിലെ ടഫ് മാച്ചുകളും അതേപോലെ തന്നെ ഇഞ്ചുറീസും ഒക്കെ തന്നെ അയാളുടെ കരിയറിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചു. അതുകൊണ്ട് തന്നെ 8th പൊസിഷനിലുള്ളൊരു ഫ്ലോപ്പായി അയാളുടെ സൈനിങ്ങും മാറി എന്നുള്ള കേട്ടോ. ആൻഡ് ഇനി 7th സൈനിങ്. ഫ്ലോപ്പ് പറഞ്ഞു മതിയായി, എന്നാലും 7th ഫ്ലോപ്പ് സൈനിങ് ഡാനിലോ. 2015 റയൽ നടത്തിയിട്ടുള്ള സൈനിങ്ങാണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 4 സൈനിങ്ങുകളിൽ ഇതിപ്പം 7th അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ 4 ആൾക്കാരിൽ എനിക്ക് തോന്നുന്നു 3 ആൾക്കാരും ബ്രസീൽ പ്ലേയേഴ്സാണ്. ബ്രസീൽ പ്ലേയേഴ്സിനോട് റയലിനോട് ഒരു അഗാധമായിട്ടുള്ള പ്രണയത്തിൻ്റെ ഭാഗമായിട്ടത്. ഡാനിലോനെ 2015 സൈൻ ചെയ്തു. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കേട്ടോ, ഡാനിലോ എത്തിയിട്ടുള്ള ഒരു സമയം ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് റയലിൽ ഡാനിലോക്ക് പച്ച പിടിക്കാൻ പറ്റാതെ പോയെന്നുള്ളത്. അതിനുശേഷം സിറ്റിയിലേക്ക് പോയി സിറ്റീൻ്റെ ബെസ്റ്റ് പ്ലേയേഴ്സിൽ ഒരാളാണ് ഡാനിലോ. ആ കാര്യത്തിൽ ഞാൻ പറയുമല്ലോ, ഡാനിലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. റൈറ്റ് ടൈം അല്ലായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും ബായ്സൽ അൻസു ഫാത്തിക്കൊക്കെ സംഭവിച്ചത് റൈറ്റ് ടൈമിലല്ല മൂപ്പര് ബായ്സൽ എത്തിയത്. ലൈക്ക് ഇപ്പോൾ യമാലുള്ള പോലത്തെ ഒരു സൗകര്യം അന്ന് അൻസു ഫാറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അൻസു ഫാറ്റിയുള്ള ടൈമിന് കുറച്ചുകൂടി ടഫാണ് ഗെയിം. ഈ എൽ ക്ലാസിക്കോ ടൈമിനൊക്കെ ഡിഫൻസൊക്കെ ഭയങ്കര സീനാണ്. ഇഞ്ചുറി സെക്കൻഡ് കാലമൊക്കെ പണിയെങ്കിൽ ആ ഒരു സമയം പോലെ തന്നെയാണ് ഡാനിലോൻ്റെ കാര്യം. ഡാനിലോൻ്റെ നല്ലൊരു പ്ലേസ്മെൻ്റ് ആണ്, പക്ഷേ റോങ് ടൈമാണ്. കാരണം അറിയാലോ, 2015 പറഞ്ഞാൽ പീക്ക് ടൈമാണ് ലാലീഗൻ്റെ. ആ ഒരു സമയത്ത് ഡിഫൻസിൽ നല്ല രീതിയിൽ ഡാനിലോയുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കുകൾ വന്നു. അതാ പറഞ്ഞത്, റൈറ്റ് ടൈം അല്ലായിരുന്നു എന്നുള്ളത്. ആൻഡ് പുള്ളി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഡാനിലോനെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു സമയത്ത് വന്ന മിസ്റ്റേക്കുകൾ കൊണ്ട് തന്നെ നമ്പർ 7th പൊസിഷനിലുള്ളൊരു ഫ്ലോപ്പ് സൈനിങ് ആയിട്ട് ഡാനിലോ മാറി എന്നുള്ളതാണ്. ഇനി നമ്പർ 6 ഫ്ലോപ്പ് സൈനിങ് റോയ്സ്റ്റൺ ഡാൻഡ്രെ. 2007 നടത്തിയിട്ടുള്ളൊരു സൈനിങ് ആണ്. നെതർലാൻഡ് പ്ലെയറാണ്. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മൂപ്പരെ കളിയൊന്നും വലിയ രീതി കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ടാണ് ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ് പറയുന്നത്. ഒരു ഫ്രഷ് ആൻഡ് യങ് ലെഗൊക്കെ ആയിട്ട് റയൽ എത്തിയൊരു പ്ലെയറാണ്. പക്ഷേ റയൽ വിചാരിച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നാണ്. എൻട്രിക്കിനൊക്കെ പറ്റിയതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ പിന്നെ ക്ലബ്ബ് ലോണിലേക്ക് വിട്ടു. ആൻഡ് ലോൺ വിട്ട് ലാസ്റ്റ് പുറത്തേക്കും വിട്ടു എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു സൈനിങ് ആണ് 6th സൈനിങ്, ഫ്ലോപ്പ് സൈനിങ് ആയിട്ട് റയലിൻ്റെ ഈ ഒരു 21st സെഞ്ചുറിയിലുള്ളത് എന്നുള്ള കേട്ടോ. ആ പ്ലെയറിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ആൻഡ് 5th പൊസിഷൻ ഫ്ലോപ്പ് സൈനിങ് 2013 റയൽ നടത്തിയിട്ടുള്ള ഒരു സൈനിങ് അസിർ ഇറാമെൻഡിന്റെ. സാബി അലൻസോക്കൊക്കെ പകരക്കാരനാകുമെന്ന് വിചാരിച്ചിട്ടുള്ള പ്ലെയറാണ്. യെസ്, പക്ഷെ റയൽ മാഡ്രിഡ് പോലുള്ള വലിയൊരു ക്ലബ്ബിൽ കളിക്കുക എന്നുള്ള ആ ഒരു പ്രഷർ, വലിയ മാച്ചുകളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രഷർ മൂപ്പരിക്ക് താങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രഷറൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയുള്ള സ്ഥലമല്ല റയലും പൈസയൊന്നും. അതുകൊണ്ട് തന്നെ മൂപ്പര് റയലിൻ്റെ ഫ്ലോപ്പ് സൈനിങ്ങളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ്. ഇനി 4th സൈനിങ് ഇതൊരിക്കലും ഒരു ഫ്ലോപ്പ് സൈനിങ് ആവേണ്ടതായിരുന്നില്ല. കാരണം റയലിലേക്ക് വരുന്ന സമയത്ത് അയാൾ ഒരു ബാലൻ ഡോർ ജേതാവൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ പിന്നീടുള്ള ഇഞ്ചുറികളും പിന്നെ റയൽ മാഡ്രിഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസും ഒരു പ്രകൃതവും എല്ലാം കൂടി വന്നപ്പോൾ അറിയാലോ, ദ ടീം ഓഫ് ഗലാറ്റിക്കോ. അപ്പോൾ എന്തോ എന്താണ് സംഭവിച്ചെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറേ പ്ലേയേഴ്സിൻ്റെ ലൈഫ് സ്പോയിലായി പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതെന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബ്രസീലിയൻ പ്ലെയർ ആയിട്ടുള്ള കക്കൻ അറിയാത്ത ആ ഒരു കുട്ടികൾ പോലും ഇല്ല എന്നുള്ളതാണ്, ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി പറയാത്ത ആൾക്കാർ ചെറിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെസ്സോ അല്ലെങ്കിൽ ഈ ഫുട്ബോളൊക്കെ മറ്റേ ഫിഫ ഒക്കെ കളിക്കുന്നവർക്ക് മനസ്സിലാവും കക്ക ആരാണ് അല്ലെങ്കിൽ ആരായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കക്ക ഒരു ഫ്ലോപ്പ് സൈനിങ് റയലിൻ്റെ ഹിസ്റ്ററിയിലെ തന്നെ, അതായത് 21st സെഞ്ചുറിയിലെ വേഴ്സ്റ്റ് സൈനിങ് അല്ലെങ്കിൽ ഫ്ലോപ്പ് സൈനിങ്ങളിൽ 4ാമത് വന്നിട്ടുള്ള പേര്. അത് കുറേയൊക്കെ ഞാൻ പറയാമല്ലോ, കക്കൻ്റെ മാത്രം മിസ്റ്റേക്ക് ഒന്നുമല്ല. അവിടെ റയലിൻ്റെ സൈഡിൽ നിന്ന് കുറേ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. റയൽ മാനേജേഴ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറേ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം കക്കയ്ക്ക് അങ്ങനെ ഒരു സ്പോയിൽ സാധനം വരാനുള്ള
പിന്നെ ഇഞ്ചുറികൾ കുറച്ച് വന്നു പോയി. പിന്നെ അറിയാലോ AC മിലാനിൽ കണ്ടിട്ടുള്ള ഒരു കക്കുണ്ട്. കണ്ടിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ, കണ്ടിട്ടുള്ള ആൾക്കാർക്ക് 90s ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആർത്തുല്ലസിച്ചിട്ടുള്ള ഒരു കക്കുണ്ട്. ബ്രസീലിയൻ ജേഴ്സിയിൽ AC മിലാൻ ജേഴ്സിയിലൊക്കെ ആ കക്ക നമുക്ക് റയൽ മാഡ്രിഡിൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കക്കൻ്റെ ഒരു പ്രൈം സാധനം AC മിലാനിൽ കാണിച്ചിട്ടുള്ളൊരു സാധനം റയലിൽ കാണിക്കാൻ സാധിച്ചില്ല. പല കാര്യങ്ങളുണ്ട്. സാഹചര്യത്തിന് വ്യത്യാസമുണ്ട്, ലീഗ് വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ ഒപ്പരം കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ വ്യത്യാസമുണ്ട്, പല വ്യത്യാസങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതും അതിൻ്റെ ഒരു വ്യതിയാനം എന്നുള്ള നിലക്ക് ഇതാണ്. പക്ഷേ കക്ക ഒരു 4th ഫ്ലോപ്പ് സൈനിങ് പൊസിഷനിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇനി പറയാൻ പോകുന്നത് 3rd ഫ്ലോപ്പ് സൈനിങ്, സെർബിയൻ പ്ലെയർ ആയിട്ടുള്ള ലൂക്ക ജോവിച്ച്. 2019 ജോവിച്ചിനെ റയൽ സൈൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 1063 മില്യൺ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ളൊരു പ്ലെയറാണ്. പക്ഷേ പ്രതീക്ഷിച്ച ആ ഒരു ക്വാളിറ്റി, ആ ഒരു നിലവാരം കാണിക്കാൻ സാധിച്ചില്ലാണ്. കാരണം ഫ്രാങ്ക്ഫർട്ട് എന്നൊക്കെയാണ് 63 മില്യൺ കൊടുത്തത്. ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് വമ്പന്മാരാണ്. ഏറ്റവും കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ വിലക്ക് വിൽക്കാൻ നല്ല സാമർത്ഥ്യമുള്ളൊരു ടീമാണ്. ഇപ്പം ലാസ്റ്റ് ലിവർപൂൾ പ്ലെയർ ആയിട്ടുള്ള എന്താ ടിക്കറ്റേനൊക്കെ വിറ്റത് ഇവരാണ്, ഫ്രാങ്ക്ഫർട്ടാണ്. ഇവർ നല്ല AV ബിസിനസ് അറിയുന്ന ആൾക്കാരാണ്. ഇവിടുന്ന് 63 മില്യൺ വാങ്ങി. പക്ഷേ സ്ഥിരമായിട്ടുള്ളൊരു ഒരു സാധനം, ഒരു വിചാരിച്ചൊരു പെർഫോമൻസ് റയൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ വിചാരിച്ച സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആരായാലും അവിടെ നിന്ന് ഒഴിവാക്കുന്നുള്ളതാണ്. ലൂക്ക ജോവിച്ച് നമ്പർ 3rd പൊസിഷനിലാണ് ഫ്ലോപ്പ് സൈനിങ്ങിൽ. ഇനി പറയാൻ പോകുന്നത് 2nd പൊസിഷനാണ്. അതായത് ഫ്ലോപ്പ് സൈനിങ്ങളിൽ 2nd പൊസിഷനിലുള്ള ആളാണ് ജൊനാഥൻ വുഡ്ഗേറ്റ്. അവിടെ സത്യം പറയാലോ, ഞാൻ ആ സമയത്ത് ചെറുതായിരിക്കും. 2004 ഈ ഒരു സൈനിങ്. എനിക്ക് കിട്ടിയ ഡാറ്റ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോട്ടോ, എനിക്ക് തോന്നുന്നു മൂപ്പര് ഒരു ഫസ്റ്റ് മാച്ച്, ഒരു അരങ്ങേറ്റ മത്സരത്തിന് എനിക്ക് തോന്നുന്നു സൈൻ ചെയ്തിട്ട് ഒരു കൊല്ലം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇഞ്ചുറിയൊക്കെ കാരണം അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് റയൽ എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു കൊല്ലം റയൽ കാത്തുനിന്ന് ഫസ്റ്റ് മാച്ചിന് ഇറക്കിയപ്പോൾ ആ മാച്ചിൽ തന്നെ മറ്റേ ഓൺ ഗോളും അടിച്ച് റെഡ് കാർഡും വാങ്ങിയിട്ടുള്ള മുതലാണ്. അപ്പോൾ പിന്നെ റയലിലെ മൂപ്പര് ഭാവിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും കുറച്ച് കളി കളിച്ച് പിന്നെ മൂപ്പര് ഒഴിവാക്കിയിട്ടുണ്ടാവും എന്നുള്ള അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് മൂപ്പരാണ് നമ്പർ 2 പൊസിഷനിലുള്ള കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാസ്റ്റ് നമ്പർ 1 ഫസ്റ്റ് പൊസിഷൻ ഫ്ലോപ്പ് സൈനിങ് ഇൻ റയൽ മാഡ്രിഡ് 21st സെഞ്ച്വറി, 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഫ്ലോപ്പ് സൈനിങ് റയലിൻ്റെ. ഇത് പറയുന്നതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ്. കാരണം ഞാൻ ഇന്ന് ഈ നീല ടീഷർട്ട് ഇട്ടത് പോലും ഇഞ്ചടുത്ത് ആ ഒരു ടീമിൻ്റെ ജേഴ്സി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെൽസിനെ. ഞാൻ യുണൈറ്റഡ് ഫാനാണ്, പക്ഷേ എനിക്ക് പഴയ ദ്രോഗ്ബക്കുള്ള ചെൽസി കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീമാണ്. അപ്പോൾ ഈ ഒരു ചെൽസി പ്ലെയർ ആയിട്ടുള്ള ചെൽസിയിലെ ഒരു ലെജൻഡ് പ്ലെയർ ആയിരുന്ന ഈഡൻ ഹസാഡിനെ 2019 സൈൻ ചെയ്യാണ്. ജേഴ്സി നമ്പർ 7 ഒക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പൊള്ളിച്ചടക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഇതൊരു ഭയങ്കര ശരിക്കും ഒരു ഫുട്ബോളറുടെ ലൈഫ് സ്പോയിലായി പോകുന്ന പറഞ്ഞാൽ ശരിക്കും ഹസാഡിന് എനിക്ക് സത്യം വിഷമം തോന്നുന്നില്ല. കാരണം ചെൽസിയിൽ ഹസാഡിൻ്റെ കളി കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അറിയാൻ പറ്റും ഹസാഡ് എന്തായിരുന്നു എന്നുള്ളത്. മോനെ ഒരു രക്ഷയില്ലാത്തൊരു സാധനമായിരുന്നു മോനെ ചെൽസിയിൽ. ശരിക്കും എനിക്ക് തോന്നുന്നു ഹസാഡിൻ്റെ സ്വന്തം വീഡിയോയിലിട്ട് ഇങ്ങനെ കാണും, ഇത് ഞാനിങ്ങനെ ആയിനോ എന്നുള്ളത്. കാരണം ചിന്തിച്ചു പോകുമ്പോൾ നമ്മൾ മറ്റേ പടത്തിലൊക്കെ പറയില്ലേ മിടുക്കനായിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു, അതേമാതിരത്തെ ഒരു കാര്യമാണ് മോനെ. ഭയങ്കര വിഷം. ഇതൊരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ്. ഇൻസ്പയറിങ് അല്ല, ഒരു ഭയങ്കര ട്രാജിക് സ്റ്റോറി. ഒരു ട്രാജിക് സ്റ്റോറിയാണ്. കാരണം ഒരു മാസ് ലെവലിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഒരു വികല്. അതും ഇന്ന് ആലോചിച്ചോക്കട, ചെൽസിന്ന് റയൽ മാഡ്രിഡ് പോലുള്ള ക്ലബിൽ വലിയൊരു എമൗണ്ടിൽ സൈൻ ചെയ്യാണ്. കരിയർ ഹൈ ലെവലിലേക്ക് ഗ്രോത്ത് ആവാണ് ശരിക്കും. പക്ഷെ അവിടെ ആ ഒരു പ്രതീക്ഷകളൊക്കെ പൊട്ടിപ്പണിയായി പണ്ടാറടങ്ങിയിട്ടതാ ഒറ്റ വികല്. 115 മില്യൺ കൊടുത്തിട്ട് റയൽ മാഡ്രിഡ് സൈൻ ചെയ്ത ബെൽജിയം പ്ലെയർ. പ്രീമിയർ ലീഗ് അയാളുടെ പെർഫോമൻസ് കൊണ്ട് കത്തിച്ച് ചെൽസിൻ്റെ ജേഴ്സിയിൽ. അങ്ങനെയാണ് ലാ ലീഗയിലൊക്കെ അതും റയൽ സൈൻ ചെയ്യുന്നത്. ഹസാഡിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ കക്കൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിൽ പെടാതെ വേണം അവിടെ നമ്മൾ കളിക്കുക എന്നുള്ളത്. ഹസാഡ് അതിൽ പെട്ടുപോയി എന്നുള്ളതാ സത്യം. ചെങ്ങായിൻ്റെ ലൈഫ് കക്കൊക്കെ ഒന്നല്ലെങ്കിലും ആ ഒരു കുറച്ച് റയലിലേക്ക് എത്തുന്ന സമയത്ത് പ്രൈമൊക്കെ എന്നാലും സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഹസാഡിന് നോക്കുമ്പോൾ ഹസാഡിന് കുറച്ചധികം സമയവും ഇതും ഉണ്ടായിരുന്നടാ. നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ പൊളിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ടായി. കാരണം ക്രിസ്ത്യാനോക്ക് പകരക്കാരനായിട്ട് വന്നാണ്. അവിടെ സ്പേസ് ഉണ്ട്, നല്ല കറക്റ്റ് നമ്പർ 7 നല്ല രീതിയിൽ അത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പൊളി മൂഡിലേക്ക് പോയിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇഞ്ചുറികൾ വരുന്നു. പിന്നെ പറയണ്ടല്ലോ, കുറച്ച് കളിക്കാണ്ടാവുമ്പോൾ മൂപ്പരെ മെൻ്റലി മൂപ്പര് ഡൗൺ ആവും, കാര്യങ്ങളാവും. പിന്നെ
ലാസ്റ്റിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മൂപ്പര് ഹസാഡിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ മൊത്തത്തിലൊക്കെ മാറിയത്. ആകെ ഒരു ഇതിനെ പറ്റി നമ്മൾ ഹസാഡിനെ പറ്റി പറയണ്ട, അത് മതി. എന്തൊക്കെ തന്നെ ആയാലും ഹസാഡാണ് 21-ാം നൂറ്റാണ്ടിലെ റയൽ മാഡ്രിഡിൻ്റെ ഫ്ലോപ്പ് സൈനിങ്ങിൽ നമ്പർ 1 ലിസ്റ്റിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് 21-ാം നൂറ്റാണ്ടിലെ റയൽ മാഡ്രിഡിൻ്റെ ഫ്ലോപ്പ് 10 പ്ലേയേഴ്സ്. എന്തൊക്കെ തന്നെ ആയാലും ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നതാണ്. ആൻഡ് ഇതുപോലുള്ള ഫുട്ബോൾ വീഡിയോസ് കാണാൻ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാമെന്ന്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹലോ മാഡ്രിഡ്.